നീലക്കുവയെന്ന് പറയുന്നത് അതിൻ്റെ ഇലയ്ക്കൊരു നീല കളറുണ്ട്, ഒരു വയലറ്റ് കളറ്. അതിൻ്റെ നീലക്കുവയെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അതിൻ്റെ വിത്താണ് ഇത്. ഇത് ഇങ്ങനെ ചെത്തി ചീകി ഉരച്ചെടുത്ത് അതിൻ്റെ ഞങ്ങൾ മിക്സിക്കകത്ത് വെച്ച് ഒരുവിധമൊക്കെ ഒരു ഉരച്ചെടുക്കുന്ന പരുവത്തിലാക്കിയിട്ടാണ് അതിൻ്റെ അതിൻ്റെ പിശിടങ്ങ് ദൂരെ കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി അങ്ങനെ 7 പ്രാവശ്യം കളഞ്ഞാലേ അതിൻ്റെ വിഷം മാറത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് അങ്ങനെ എടുത്ത് അത് ഊറ്റി വെച്ച് ഇങ്ങനെ എടുത്ത് വെള്ളം തീരെ ഇല്ലാതെ കളഞ്ഞിട്ട് അത് പിന്നെ ഇത് വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഇത് തണലത്ത് വെച്ച് നിഴലിൽ ഉണക്കണമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അത് നിഴലിൽ ഉണക്കും, തണലത്ത് വെച്ച് ഉണക്കും. ഞാനിത് വായിച്ച് കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ പുസ്തകത്തിൽ ഞാനിത് വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ നിഴലിൽ ഉണക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ അകത്ത് വെച്ച് ഉണക്കി ഒരുവിധം വെള്ളമെല്ലാം ചെറിയ ചൂട് ആക്കി പിന്നെ ഒന്നുകൂടെ ശരിക്കും ചൂടാക്കി പിന്നെ സൂക്ഷിച്ച് വെക്കണ്ടതല്ലേ, ഇവിടെ ചീത്തയാവതില്ല. അങ്ങനെ എടുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ച് അടുത്ത വർഷം വരെ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്.